നമ്മുടെ പ്രിയപ്പെട്ട പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം സ്കൂൾ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം അനേകം ആളുകൾ ട്രോളുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ പുസ്തകം കുട്ടികൾ ജയിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ പുസ്തകം നേരത്തെ കൊടുക്കുന്നത്. ഇതിലെ ചില കുട്ടികളെങ്കിലും പരാജയപ്പെടാം. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം പുസ്തകം കൈ വാങ്ങിച്ചു വെച്ചുകൊണ്ട് തോറ്റുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷമമുള്ള കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ച് അത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അടുത്ത വർഷത്തേക്കുള്ള യൂണിഫോമും പുസ്തകമൊക്കെ നേരത്തെ കിട്ടുമ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയമുണ്ട്. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. നമുക്കറിയാം, അദ്ദേഹം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കാത്തിരുന്ന ഒരാളാണ്. അദ്ദേഹത്തെ എല്ലാവരോടും ബൂസ്റ്റ് ചെയ്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയെന്ന് അവസാന ഘട്ടമൊക്കെ ഇപ്പം വി.ഡി. സതീശൻ വിചാരിച്ചിരിക്കുന്നത് പോലെ അന്ന് അവസാന ഘട്ടമായപ്പോഴത്തേക്കും താനാണ് ഇനി മുഖ്യമന്ത്രി എന്ന് ഉറപ്പിച്ച ഒരു ഘട്ടമുണ്ട്. അവസാനം അദ്ദേഹം പരാജയപ്പെട്ടു. ആ പരാജയത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇത്. ഇന്ന് അദ്ദേഹം ഒന്നുമല്ലാതെ നിൽക്കുകയാണ്. ദേശീയ തലത്തിൽ പോലും പ്രധാനപ്പെട്ട നേതാവായിട്ടിരുന്ന രമേശ് ചെന്നിത്തല ഇന്നൊന്നുമല്ലാതെ നിൽക്കുമ്പോൾ അയാളെക്കാളും ജൂനിയറായിട്ടുള്ള KC വേണുഗോപാലാണ് ഇന്ന് കേന്ദ്രത്തിലെ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാന മുഖങ്ങളായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ ഹൈക്കമാൻഡാണ് അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അത് അധികാരം കിട്ടിയാൽ ഹൈക്കമാൻഡാണ് അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വി.ഡി. സതീശൻ സ്വയം മുഖ്യമന്ത്രിയായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം അദ്ദേഹത്തിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്.